ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അഫ്ഗാനി ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നോമ്പ് കാലമല്ലേ വരുന്നത്, അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. സാധാരണത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മസാലയാണ് ഇതിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അഫ്ഗാനി ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ്. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ബോണ് കളഞ്ഞിട്ട് ചിക്കൻ എടുത്ത് വെച്ചാൽ മതി. അപ്പം വെള്ളം കളഞ്ഞ് നല്ലോണം കഴുകി വെള്ളം കളഞ്ഞ് അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്നത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് ഓനിയൻ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-12 കാഷ്നട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അത്. പിന്നെ അതുപോലെ കുറച്ച് കോറിയൻഡർ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 അല്ലി ഗാർലിക്ക്, അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി. അപ്പോൾ ആ അരച്ച പേസ്റ്റ് നമ്മൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്രീൻ പേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. സോൾട്ടോ അല്ലെങ്കിൽ പെപ്പറോ എന്തെങ്കിലും നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കണം. നമ്മൾ ഈ ഒരു അഫ്ഗാനി ചിക്കൻ ബണ്ണിന് വേണ്ടിയിട്ട് ഉള്ളിയൊന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ ഏത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും ഉള്ളി കട്ട് ചെയ്ത് മസാല ആദ്യം ഉണ്ടാക്കും. അപ്പോൾ അതുപോലെയൊന്നുമല്ല, ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്താലും മതി. ഓയിലോ ഗീയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുക. പക്ഷേ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും മസാലയും കൂടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ആഡ് ചെയ്തല്ലോ, എല്ലാം കൂടി ഇതിൽ കിടന്ന് നന്നായിട്ട് കുക്കായി വരികയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് ഇതിൽ നിന്ന് ഈ ബട്ടറിൽ നിന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം. ഒരുപാട് ഇത് വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ചെറുതായിട്ട് ആ ഒരു പേസ്റ്റിൽ നിന്ന് ഒരു ഗ്രേവി ടൈപ്പാണ് വേണ്ടത്. ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ക്യാപ്സിക്കം കയ്യിലില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട. അപ്പോൾ ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
ഏകദേശം നമ്മളെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ എന്തെങ്കിലും പൗഡേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ക്യൂമിൻ പൗഡറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണെടുക്കാം. നിങ്ങൾ ചെറിയ സൈസ് ബണ്ണെടുത്താൽ മതി. എനിക്ക് വലിയ സൈസ് ബന്നാണ് കിട്ടിയത്. അതുമാത്രമല്ല അത്ര സോഫ്റ്റ് ഇല്ലാത്ത ബന്നുമാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ബന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ സൈസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മയണൈസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഈ ഒരു സ്നാക്ക് മീറാജിൻ്റെ നോമ്പിൻ്റെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് തിരക്കിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്കിതിൻ്റെ മേലെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് അല്ലെങ്കിൽ സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. അത് കയ്യിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ചീസ് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മേലേക്ക് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു കാണാൻ ഭംഗിക്കാണ്. ഇനി അതില്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഞാൻ പിന്നെ ഒറിഗാനോ കൂടി കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇത് പാനിലുണ്ടാക്കിയെടുക്കുക, ഓവനിലുണ്ടാക്കിയെടുക്കുക, എയർ ഫ്രയറിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ പാനിലും എയർ ഫ്രയറിലും നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചാണ്. തിരക്കായതുകൊണ്ട് എയർ ഫ്രയറിൽ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ പിന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. 2 or 3 ഒരുമിച്ച് വെക്കാം. ഇനിയിപ്പോൾ ഫ്രൈ പാനിലാണെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് മൂടി വെച്ചാൽ മതി, മേലത്തെ ചീസ് മെൽട്ടാകുന്നത് വരെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ മേലെ ഭംഗിക്ക് വേണ്ടിയിട്ട് ബട്ടറോ അല്ലെങ്കിൽ മുട്ടയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റംദാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ, താങ്ക് യു.